അവൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ, അവൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ എല്ലാവരും അവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയിരുന്നു. അവിടെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയ ഒരു സാഹചര്യത്തിൽ പോലും പലരും വിങ്ങിപ്പൊട്ടി താങ്ങാനാകാത്ത ഒരു സങ്കടം അത് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ പൊതുദർശനം പൂർത്തിയാക്കാൻ പണിപ്പെടേണ്ടി വന്നു. കാരണം പൊതുദർശനത്തിൻ്റെ സമയത്ത് വലിയ തോതിൽ 12 മണിക്ക് പൂർത്തിയാക്കണമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും പക്ഷേ അതും വൈകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അത്രത്തോളം പേർ അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. അതും അവിടെ നിന്നും പിന്നീട് അവൻ്റെ യാത്ര അത് അവൻ്റെ സ്വന്തം വീട്ടിലേക്കായിരുന്നു. ആ വീട്ടിലേക്കുള്ള യാത്രയിലും വഴിയിലുടനീളം നിരവധി പേരാണ് അവൻ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി കാത്തുനിന്നത്. തുടർന്ന് അവൻ ഈ വീട്ടുമുറ്റത്തേക്ക് എത്തുമ്പോൾ 1:30 ഈ വീട്ടുമുറ്റത്തേക്ക് അവൻ എത്തുന്നത്. അലമുറ കൊണ്ട് മുഖരിതമായിരുന്നു ഇവിടെ ഈ ഒരു വീടും പ്രദേശവും എല്ലാം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അവൻ്റെ വിയോഗം എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ അവസാന യാത്ര, ആ യാത്ര അവസാനിക്കുവാൻ പോകുന്നു.